ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, എനിക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. പ്രൈസ് ടു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി ദൈവമായി കർത്താവ് നമുക്കൊരുക്കി തന്ന നല്ല സമയത്തെയും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ നല്ലൊരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജിബോധനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെയും നമ്മുടെ മുമ്പിൽ സമയം ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വചന ധ്യാനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ചിന്ത മാത്രമേ ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം സമയം ഒരുപാട് പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവെല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവമായി കർത്താവെല്ലാം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പ ഈ വൈകിയ വേളയിൽ കർത്താവെ വചനവുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, അപ്പ ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. വചനത്തിന് മുൻപിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിയണം, രക്തം കൊണ്ട് കഴുകി മുദ്രയണം. ഇന്നത്തെ വചനം എല്ലാവർക്കും ഒരു ആശ്വാസം വിടുതലമായി മാറണമെന്നോർത്ത് പ്രാർത്ഥന. കൃപയാൽ അപ്പച്ചൻ നിറയ്ക്കണമേ. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. സകലതും യേശുവിൻ്റെ അധികാരപ്പെട്ട നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, സമയം ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പാട്ടൊന്നും പാടി ഞാൻ സമയം അങ്ങനെ ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പ നിമിഷങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലായിരിക്കുള്ളൂ. നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന ഒരു ചിന്തയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആകയാൽ പ്രിയരെ, പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ എന്നത് മാത്രം അന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കിവിടെ പ്രകൃതി വളരെയധികം നമുക്ക് ഓപ്പോസിറ്റാണ്. ഞാൻ ഇന്ന് ലൈവ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. കാരണം എനിക്ക് വളരെ സങ്കടമായി പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്നാൽ പിന്നെയും ഞാൻ ഓർത്ത് ദൈവമേ, 10 മിനിറ്റ് ആണെങ്കിൽ പോയാലും സാരമില്ല, നമ്മുടെ കയ്യിലല്ലേ, അപ്പോൾ നമുക്കത് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എൻ്റെ സഹോദരങ്ങൾ ഉടനെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. എൻ്റെ അഡ്മിന്മാർ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞാണെങ്കിൽ ഞാൻ കയറിക്കോളാം, നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തത്. ഏതായാലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ ആരും സഹായിക്കുവാൻ ഇല്ല എന്ന് ചിന്തിച്ച് ജീവിതം മുരളിച്ചു പോയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളിൽ ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. ആശ്വാസപ്രദമായ ഒരു വചനമാണ്. ആരും ഓൺലൈനിൽ നിന്ന് പോകരുത്. എല്ലാവർക്കും അത് ആശ്വാസമായിരിക്കും, വിടുതലായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാൻ്റെ പുസ്തകം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. പ്രിയരെ, ഇതൊരു വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു കർത്താവ് പൗരോഹിത്യ പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നത് ഗെത്സമനയിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയരെ, ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് തൻ്റെ മഹത്തായ ദൗത്യം നിർവഹണമായ ക്രൂശീകരണത്തിന് യേശു ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, മരണത്തിലൂടെ ഹല്ലേലൂയ അവരിൽ നിന്നും മാറ്റപ്പെടുവാൻ പോകുന്നു എന്ന യേശുവിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിഞ്ഞ ചില വർഷങ്ങളായി നിഴൽ പോലെ ഇവർ എൻ്റെ കൂടെയുണ്ട്.
ഊണിലും ഉറക്കത്തിലും ഇവർ എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവരെ സൂക്ഷിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവരെ സൂക്ഷിച്ചു. എന്നാൽ ഇവർ തകർന്നു പോകേണ്ടതായിരുന്നു, നശിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇവരെ തകരാൻ ഞാൻ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. നശിക്കാനുള്ള പദ്ധതികൾ സാത്താൻ ഒരുക്കിയതാണ്, എന്നാൽ ഞാൻ അവരെ സൂക്ഷിച്ചു എന്ന് കർത്താവ് പറയുന്നു. പ്രിയരെ, വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ തകർക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ പിശാചാണവൻ പല പദ്ധതികളാണ് ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പിശാചിന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് നല്ലൊരു തിരിച്ചറിവില്ലാതെയായിരിക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായെന്ന് വരാം. പ്രിയ ദൈവ പൈതലെ, അന്ധകാര ശക്തി അല്ലെങ്കിൽ ദുഷ്ടാത്മശക്തി കൊടിയ തന്ത്രങ്ങൾ മെടഞ്ഞാലും പദ്ധതിക്കകത്ത് നിന്ന് നിന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും? വിടുവിക്കുന്ന നിന്നെ ഹാലലി ഒരു കർത്താവ് കൂടെയുണ്ട്. സകുഞ്ഞേ ഹാലലി, നിന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ആ ദൈവിക ശക്തി അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കാരുണ്യം എന്താണ്, നമ്മളോടുള്ള ദൈവത്തിന്റെ ദയവെന്ന് തിരിച്ചറിയാതെയാ നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, എത്ര പേർക്ക് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? എൻ്റെ കൂടെ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഏത് നേരത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിന് മറവിലാ നിങ്ങൾ ഞാനുമൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവോ അന്തസ്സോ അഭിമാനമോ ഡിഗ്രീസോ പ്രോപ്പർട്ടീസോ കുലമഹിമകളോ ഒന്നും നമുക്ക് പറയുവാനില്ല. പിന്നെയും നമ്മെ നിയന്ത്രിക്കുന്നവൻ, നമ്മോട് കൂടെയുള്ളവൻ, നമ്മെ കരുതുന്നവൻ ഇസ്രായേലിന്റെ ദൈവം നമ്മുടെയും ദൈവമല്ലേ കർത്താവ്. പ്രിയ ദൈവ പൈതലെ, ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിന് 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു ചരിത്രം കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറി, അതുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലവെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയരെ, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ശിഷ്യന്മാർ നല്ല മനുഷ്യരാകട്ടോ, നല്ല സ്വഭാവമുള്ളവരാ. ഒരു കാര്യമുണ്ട്, അവർ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്യല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് അവർ ചിന്തിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയരെ, ഇന്നലകളുടെ പരിചയ സമ്പത്ത് കൊണ്ടും